വീണ്ടും വെള്ളമിറങ്ങിയതോടെ ആറന്മുളയിലും പരിസര പ്രദേശങ്ങളിലും ക്ലീനിംഗ് തുടങ്ങി. പലരും വീടുകളിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് സങ്കടകരമായ കാഴ്ചകളാണ്. നിരവധി സാധനങ്ങൾ കാണാതാവുകയും കേടുപാട് പറ്റുകയും ചെയ്തിട്ടുണ്ട്. റഹീസ് റഷീദ് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. ആറന്മുളയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയപ്പോൾ ആളുകൾ വീടുകളിലേക്ക് ക്ലീൻ ചെയ്തും മറ്റും കയറി തുടങ്ങിയിട്ടുണ്ട്. ചെറിയമഠം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. ഒരു വീട് വെള്ളമിറങ്ങിയതിന് ശേഷമുള്ള ഒരു വീടിൻ്റെ ഒരു അവസ്ഥയാണ്. മുഴുവൻ സാധനങ്ങളും കഴുകി വൃത്തിയാക്കാൻ വേണ്ടി അവർ പുറത്തേക്ക് എടുത്തിട്ടതാണ്. ഇതിൽ കുഞ്ഞിൻ്റെ സൈക്കിള്, കസേര, അലമാര അടക്കമുള്ള തയ്യൽ മെഷീൻ അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നഷ്ടം നല്ല വലുതായിട്ടുണ്ട്. കാരണം നമുക്കൊന്നും എടുത്ത് മാറ്റാനുള്ള സൗകര്യം ഇല്ലാതായിപ്പോയി. സമയം കിട്ടിയില്ല. ഇത്രയും പെട്ടെന്ന് വരുമെന്നും പ്രതീക്ഷിച്ചില്ല. സാധാരണ നമ്മൾ കണ്ടെത്തി ഇങ്ങനെ വെള്ളം കയറി വരുന്നത്, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മറിയുമായിരുന്നു. ഒട്ടും പ്രതീക്ഷയുള്ള പരിപാടികളല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഈ കുഞ്ഞവളും കൊണ്ട് എന്ത് ചെയ്യാനാ, കുറേ സാധനങ്ങളൊക്കെ പറക്കി മാറ്റി, ബാക്കിയൊക്കെ വെള്ളം കയറി. കുറച്ച് നഷ്ടമുണ്ട്. വെള്ളം കയറുന്ന സമയത്ത് ചേട്ടനുണ്ടായിരുന്നോ അതോ നിങ്ങൾ മാത്രമേ ഉള്ളൂ? വണ്ടിയെ പോയേക്കുമായിരുന്നു. അന്നേരം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിരുന്നു പാട്. ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞു ഉള്ളതുകൊണ്ട് ഭയങ്കര പാടാണ്. ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ കാലൊക്കെ പറിക്കുമായിരുന്നു. പിന്നെ കാല് പറിച്ചാണെങ്കിൽ ഞാൻ ഇവിടെ വന്നു. വെള്ളത്തിൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു അന്നേരം. പിന്നെ ഒഴുക്കുണ്ടായിരുന്നല്ലേ? ഭയങ്കര ഒഴുക്കായിരുന്നു. അപ്പോൾ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ കല്ല് വന്ന് വീണ് കാലിൽ നീരുമായിരുന്നു. പിന്നെ ഞാനിവിടെ വന്ന് പടപടം സാധനങ്ങളൊക്കെ മാറ്റി. ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾ തന്നെ പോയില്ല. നമ്മൾ പ്രതീക്ഷിച്ചില്ല. രാവിലെ പണിക്ക് പോയത്. ഇതുപോലെ 8 മണിയാകുമ്പോൾ എനിക്ക് പോകണം. കറണ്ടും വെള്ളമൊക്കെ വന്നോ? പിന്നെ വന്ന കറണ്ടൊക്കെ. ഇപ്പം വെള്ളമൊക്കെ ഉണ്ടോ? ഇപ്പം വെള്ളം നമ്മുടെ കിണറെല്ലാം മോശമാണ്. കിണറിലെ വെള്ളം കൊള്ളത്തില്ല. ഇപ്പം ഈ വെള്ളം കിണറിനകത്ത് ഇറങ്ങിപ്പോയിട്ട് ഭയങ്കര സ്മെല്ലാണ്. കുളിക്കാനൊന്നും പറ്റത്തില്ല. കുളിക്കാൻ ബാത്റൂമിൽ പോകാനൊന്നും കൊള്ളത്തില്ല. അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യുക? ഇപ്പോൾ അത് കിണർ ഇറക്കണം. കിണർ ഇറക്കാന്ന് പറഞ്ഞാൽ കണ്ടത്തിലെ വെള്ളം താണു കഴിഞ്ഞതിന് ശേഷമേ ഇറക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ ഈ വെള്ളം തന്നെ വരത്തുള്ളൂ. അതാണ് അവസ്ഥ. ഇതാ തൊട്ടിപ്പുറത്ത് വയലാണ്, അതിനപ്പുറത്ത് റോഡാണ്, വീണ്ടും വയലാണ്. മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, ഒന്ന് പാത്രം കഴുകാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട്. കാരണം പ്രദേശത്തെ മുഴുവൻ കിണറുകളും വെള്ളത്തിനടിയിലായി. അത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ വയലിൽ ഇപ്പോഴും വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ആ വെള്ളം അവിടെ നിന്ന് ഇറങ്ങാതെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ വെള്ളം ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊരർത്ഥത്തിൽ ഒരു പ്രതിസന്ധി മാറുമ്പോൾ വേറൊരു പ്രതിസന്ധിയിലേക്ക് ഈ ആറന്മുളക്കാർ പോകുന്നു എന്നൊരു ദുരവസ്ഥയാണ് കാണുന്നത്. എന്തായാലും ആളുകൾ ക്ലീൻ ചെയ്തൊക്കെ വീടിനകത്തേക്ക് കയറാനുള്ള പണികൾ തുടങ്ങി. ഒരു വീടാണ്.